ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. തല കറങ്ങി വീണ പാറുവിനെ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ച് കസേരയിലേക്ക് ഇരുത്തുകയാണ്. എന്താ പാറു, എന്താ പറ്റിയതെന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട്. അത് അറിയില്ല, പെട്ടെന്ന് തല ചുറ്റി വീണതാന്ന് പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ഇതിന് ഒരു ഉത്തരമേ ഉള്ളൂ. താങ്കൾ ഒരു അച്ഛനാകാനും താങ്കൾ ഒരു അമ്മയാകാനും പോകുന്നു. ഗർഭിണിയായിരിക്കുമ്പോഴാ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. ഇത് കേൾക്കുന്ന വിശാൽ സന്തോഷത്തോടെ പാറുവിനെ നോക്കുമ്പോൾ സുശീല പറയുകയാണ്, ചിലപ്പോ ക്ഷീണം കൊണ്ടും തലകറങ്ങി വീണെന്നൊക്കെ ഇരിക്കാം. ഞാൻ കേൾക്കുന്നത് സത്യമാണോ പാർവതി എന്ന് വിശാല ചോദിക്കുമ്പോ നാണത്തോടെ തലകുനിച്ച് നിൽക്കുകയാണ് പാറു. ഇന്നെന്താണെങ്കിലും അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനോട് സുശീലയെ കൂട്ടിക്കൊണ്ട് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാൻ പറയുകയാണ് വിശാൽ. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. തുടർന്ന് പാറുവിനെയും കൊണ്ട് വിശാൽ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പല്ലവിയെയാണ്. വിപിൻ സാറിന്റെ മനസ്സിലെ വിദ്വേഷം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. തുടർന്ന് അങ്ങോട്ടേക്ക് വിപിൻ വരുമ്പോ പല്ലവി പറയുകയാണ്, അതെ വിപിൻ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഗർഭിണിയല്ലെന്ന് വിപിൻ സാറിനും എനിക്കും ചേച്ചിക്കും ദർശന ഡോക്ടറിനും മാത്രമേ അറിയൂ. ഇവിടെയുള്ള ബാക്കി എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഗർഭിണിയാണെന്നാ. പക്ഷേ എത്ര നാള് ഈ കള്ളം ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകും? അതെ, എല്ലാവരുടെ മുമ്പിൽ വെച്ച് നുണ പറയുമ്പോ നീ അത് ഓർക്കണായിരുന്നു. ഇപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സാറേ. ഞാൻ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആയില്ലെങ്കിലേ എല്ലാവരുടെ മുമ്പില് നമ്മളെല്ലാവരും കള്ളം പറഞ്ഞതുപോലെ ആകില്ലേ? എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെപ്പോലെ അല്ലല്ലോ സാറിന്റെയും ചേച്ചിയുടെയും ഡോക്ടറിന്റെയും കാര്യം. ഈ നാണക്കേടും പ്രശ്നങ്ങളുമെല്ലാം വിപിൻ സാർ വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളേ. ഇത് കേൾക്കുന്ന വിപിൻ സംശയത്തോടെ പല്ലവിയെ നോക്കുമ്പോ പല്ലവി പറയുകയാണ്, സാർ വിചാരിച്ചാലേ ആ കള്ളം സത്യമാക്കാവുന്നതേ ഉള്ളൂ. നിന്റെ ഈ ആഗ്രഹമുണ്ടല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പല്ലവി. നീ നയത്തില് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ദാമ്പത്യബന്ധമുണ്ടല്ലോ, അത് നമ്മുടെ ഇടയിലെ ഉണ്ടാകാനേ പോകുന്നില്ല. നിന്റെ കള്ളത്തരം എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരിക, അതാണ് എന്റെ ലക്ഷ്യമെന്ന് വിപിൻ പറയുമ്പോ പല്ലവി പറയുകയാണ്, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയിരിക്കും, സാറ് കാത്തിരുന്നോ. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു പൊട്ടിച്ചിരിക്കുമ്പോ വിശാൽ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ പാറു പറയുകയാണ്, സാറിനോട് ആരാ പറഞ്ഞത് ഞാൻ ഗർഭിണിയാണെന്ന്? അത് ആ സമയം ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അതാ സത്യമെന്ന് വിശാൽ പറയുമ്പോ പാറു പറയുകയാണ്, സാറിന് വിഷമം വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. സാർ ആഗ്രഹിച്ചതുപോലെ തന്നെ ദേവമ്മ നമ്മുടെ മകളായി പിറക്കും. സാറ് വിഷമിക്കേണ്ട, അധികം വൈകാതെ തന്നെ ഉദയനൂരമ്മ നമ്മളെ അനുഗ്രഹിക്കും. നീ ഇനി ഇതുപോലെ എന്നെ ഒരിക്കലും പറ്റിക്കരുത് കേട്ടോ എന്ന് വിശാൽ പറയുന്നു. ഒരിക്കലുമില്ല സാർ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല. പാർവതി, എത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛനും അമ്മയും ആകണം. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അതെ, ഞാൻ ഗർഭിണിയായ പിന്നെ വിശാൽ സാറിനെ എങ്ങോട്ടേക്കും വിടില്ല. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം. ആ സമയത്ത് മാത്രമല്ല, പ്രസവ സമയത്തും ഞാൻ തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. ഇത് കേൾക്കുന്ന പാറു സ്നേഹത്തോടെ വിശാലിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ ടെൻഷനോടെ നിൽക്കുന്ന പാറുവിനെയാണ്. അതേസമയം മാജിക് ബോക്സിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ്. ഈ മാജിക് ബോക്സിൽ നിന്നും ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ അതെന്തെങ്കിലും സൂചനയായിരിക്കുമല്ലോ. എന്താണെങ്കിലും തുറന്നു നോക്കാമെന്ന് പറഞ്ഞ് പാറു ആ പെട്ടിയെടുത്ത് ചുറ്റും നോക്കാൻ നേരം അതിൽ നിന്നും ഒരു ഫിലിം താഴേക്ക് വീഴുകയാണ്. ഇത് എന്താ ഇത്? ഇതൊരു ഫിലിം നെഗറ്റീവ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാറു അത് കയ്യിൽ പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാർവതി ആ നെഗറ്റീവും കൊണ്ട് പ്രിന്റ് എടുക്കാനായി ഒരു സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നതാണ്. ഏറെ പഴയ ഫിലിം ആയതുകൊണ്ട് തന്നെ പ്രിന്റ് എടുക്കാൻ സാധിക്കില്ലെന്ന് സ്റ്റുഡിയോക്കാരൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന പാറു ഗാർഗിയോട് നെഗറ്റീവിൽ നിന്നും പ്രിന്റ് എടുക്കാവുന്ന ഏതെങ്കിലും സ്റ്റുഡിയോ അറിയാമോ എന്ന് ചോദിക്കുന്നതാണ്. എന്താ പാർവതി, നിനക്ക് എന്തെങ്കിലും പ്രിന്റ് എടുക്കാനുണ്ടോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, എനിക്കുണ്ട്. ഞാനൊരു സ്റ്റുഡിയോയിൽ പോയിരുന്നു. അപ്പോൾ അവര് എടുക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഗാർഗി, നമ്മുടെ ആ മാജിക് ബോക്സ് ഇല്ലേ, അതിന്റെ ഉള്ളിൽ നിന്നാ അത് കിട്ടിയത്. ആ മാജിക് ബോക്സിൽ നിന്നും ആ പ്രിന്റ് കിട്ടിയത് കൊണ്ട് എന്തോ രഹസ്യം അതിലുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ആ നെഗറ്റീവിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിലേ അത് പ്രിന്റ് എടുത്താൽ മാത്രമേ സാധിക്കൂ. അതേസമയം ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. ഒന്നും കാണാതെ ദേവമ്മ ആ നെഗറ്റീവ് അതിൻ്റെ അകത്ത് വെക്കില്ലല്ലോ. ഇതൊക്കെ കേൾക്കുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, ഇവള് എന്ത് നെഗറ്റീവിന്റെ കാര്യമാ ഈ പറയുന്നത്? ആ നെഗറ്റീവ് എങ്ങനെയെങ്കിലും കണ്ടെടുക്കണം. പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ മുറിയിൽ കയറിയിരിക്കുന്ന ജാസ്മിനെയാണ്. പാറുവിന്റെ ഡ്രോ തുറന്ന് ഒരു സാരി എടുക്കുകയാണ് ജാസ്മിൻ. ഈ സാരി എടുത്ത് ഞാനിവിടെ തിരിഞ്ഞു നിന്നാൽ വിശാൽ വരുമ്പോ കരുതും പാർവതിയാണെന്ന്. എന്നിട്ട് വിശാൽ എന്നെ കെട്ടിപ്പിടിക്കും. ആ കെട്ടിപ്പിടുത്തത്തിലൂടെ വിശാലിനെ ഞാൻ എന്റെ വശമാക്കിക്കോളാം. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പാറുവിന്റെ സാരി എടുത്ത് അവിടെ നിൽക്കുകയാണ്. അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരികയും ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നു. അയ്യോ ജാസ്മിൻ, ഞാൻ കരുതി പാർവതിയാണെന്ന്, അറിയാതെ പറ്റിപ്പോയതാണെന്ന്
വിശാൽ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അത് കുഴപ്പമില്ല വിശാൽ. അല്ല, നീ എന്തിനാ പാർവതിയുടെ സാരി എടുത്തുടുത്തത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അത് ഞാൻ വന്നപ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിരുന്നില്ല. തുടർന്ന് വിശാൽ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഇതെല്ലാം ജാസ്മിൻ സ്വപ്നം കണ്ടതായിരുന്നു. തന്റെ സാരിയും പിടിച്ചുകൊണ്ട് സ്വപ്നം കാണുന്ന ജാസ്മിനെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പാർവതി വരികയാണ്. ഇവളെന്താ എന്റെ സാരിയും പിടിച്ചുകൊണ്ട് സ്വപ്നം കാണുന്നത്? അത്രയും പറഞ്ഞുകൊണ്ട് പാറു ജാസ്മിന്റെ അടുത്ത് ചെന്ന് ജാസ്മിൻ എന്ന് വിളിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് വന്നോ? അത് ഈ സാരിയെ എന്റെ ബാൽക്കണിയിലേക്ക് പറന്നു വീണതാ, ഞാൻ ഇത് തരാൻ വന്നതാ. എങ്കിൽ തന്നേക്കാൻ പാറു പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതിനു മുമ്പേ എനിക്ക് നിന്നോട് ഒരു രസകരമായ കാര്യം പറയാനുണ്ട്. ഇത് കേൾക്കുന്ന പാറു സംശയത്തോടെ ജാസ്മിനെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.